നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൺഡേ നൈറ്റ് റോയിൽ അലക്സ ബ്ലിക്സിൻ്റെയും അതേപോലെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് മാൻഡി റോസിൻ്റെയും അവർ രണ്ടുപേരുടെ സെഗ്മെൻറ്റ് എന്തിനാണ് നടത്തിയെന്ന് നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത്. അത് രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് വെച്ചാൽ റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഫിൻ ബാലർ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ആ മാച്ചിൽ ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടർ വരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ വിളി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അലക്സ ബ്ലിക്സിൻ്റെയും അതേപോലെ മാൻഡി റോസിൻ്റെയും ഇവർ രണ്ട് സെഗ്മെൻറ്റ് എന്തുകൊണ്ടാണ് റോയലി സ്മാക്ക് ഡൗണിലും നടത്തിയതാണ് ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത്. അതിന് ഒരു 5-6 വർഷം മുമ്പ് പിന്നിലോട്ട് നമ്മൾ WWE നോക്കുവാണെങ്കിൽ ഇതേപോലുള്ള സെഗ്മെൻറ്റ് എല്ലാ റോ എപ്പിസോഡിലും സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് നടക്കുന്നതായിരുന്നു. പക്ഷേ ഇത് മാറ്റാൻ WWE ഇത് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ WWE ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഷോ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള സെഗ്മെൻറ്റൊക്കെ മാറ്റിയത് WWE. ഇപ്പം തിരിച്ചു കൊണ്ടുവന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോയ്ക്കും അതേപോലെ സ്മാക്ക് ഡൗണും വ്യൂവർഷിപ്പും അതേപോലെ അവരുടെ റേറ്റിംഗ് ഒക്കെ തന്നെ കൂടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള സെഗ്മെൻറ്റ് അവർ തിരിച്ചു കൂട്ടുന്നത്. ഈ സെഗ്മെൻറ്റ് വർക്കിംഗ് ആയെന്ന് ചോദിച്ചാൽ 100% വർക്കിംഗ് ആയി. WWE കാണാത്തവർ വരെ ഈ സെഗ്മെൻറ്റ് ഈ രണ്ടുപേരുടെ സെഗ്മെൻറ്റ് ഇരുന്ന് കണ്ടു. ഇവർക്ക് യൂട്യൂബിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെ വീഡിയോയ്ക്ക് തന്നെ നല്ല വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. റോയിൽ അലക്സ ബ്ലിക്സിൻ്റെ ആ വീഡിയോയ്ക്ക് കിട്ടിയത് പറഞ്ഞാൽ 5.8 മില്യൺ വ്യൂ ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതിന് വെറും 1 മിനിറ്റും പോലും ഇല്ലാത്തൊരു വീഡിയോ അതിന് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ 5.8 മില്യൺ വ്യൂ ആണ്. അവിടെ ആ എപ്പിസോഡ് വെച്ചാൽ ബ്രോൺ സ്റ്റോമിന് കാറ് പൊക്കുന്ന വീഡിയോയ്ക്ക് പോലും കിട്ടിയെന്ന് വെച്ചാൽ 4 മില്യൺ വ്യൂവേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ സ്മാക്ക് ഡൗണിൽ വെച്ച് നടന്ന മാൻഡി റോസിൻ്റെ ആ എപ്പിസോഡിന് 2.6 മില്യൺ വ്യൂ ആണ് അവർക്ക് കിട്ടിയത്. മറ്റൊരു വീഡിയോയ്ക്ക് അന്ന് നടന്ന സ്മാക്ക് ഡൗണിൽ വെച്ച് നടന്ന ഒരു വീഡിയോയ്ക്ക് പോലും ഇത്രയും വ്യൂ കിട്ടിയിട്ടില്ല. ഇതേപോലുള്ള സെഗ്മെൻറ്റ് ഇനിയും WWE തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഫിൻ ബാലർ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ആ മാച്ചിൽ ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടർ വരുമോ ഇല്ലയോ എന്നാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത്. ഒരുപക്ഷം ആൾക്കാർക്ക് ഈ മാച്ചിൻ്റെ അടുത്ത് ഒട്ടും തന്നെ താല്പര്യമില്ല. ഒരുപക്ഷം ആൾക്കാർക്ക് ഈ മാച്ചിൽ വളരെ താല്പര്യമുണ്ട്. ഇവർക്ക് താല്പര്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ ഒരു മാച്ചിന് വേണ്ടി ഫിൻ ബാലർ അത്ര വലിയ റെസ്ലർ അല്ലെന്നാണ് പറയുന്നത്. ഇതേപോലെ വലിയൊരു പേപ്പർ വ്യൂവിൽ ബ്രോക്ക് ലെസ്നറിനോട് മത്സരിക്കാൻ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ ഫിൻ ബാലർ അത്ര വലിയൊരു റെസ്ലർ അല്ലെന്നാണ് ഈ ഒരു പക്ഷം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ ഫിൻ ബാലർ WWE വരുന്ന മുമ്പ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിങ്ങിലൊക്കെ തന്നെ വലിയൊരു റെസ്ലറായിരുന്നു ഫിൻ ബാലർ. പിന്നെ NXTയിലോട്ട് വന്നപ്പോഴും വലിയൊരു റെസ്ലറായിട്ട് തന്നെയാണ് നിന്നത്. ഫിൻ ബാലർ മെയിൻ റോസ്റ്ററിലേക്ക് കയറിയപ്പോഴും വളരെ വലിയ പുഷ് തന്നെയായിരുന്നു ഫിൻ ബാലറിന് ലഭിച്ചത്. ആദ്യത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനും ആവാൻ സാധിച്ചു ഫിൻ ബാലറിന്. പിന്നെ ഇഞ്ചുറി കാരണം WWE വിട്ടു പോയ സമയത്ത് പിന്നെ തിരിച്ച് WWEയിൽ വന്നപ്പോഴത്തേന് ഫിൻ ബാലറിന് അന്ന് ലഭിച്ചത്ര പുഷൻ ലഭിച്ചില്ല. പിന്നെ ഒരു മിഡ് കാർഡ് റെസ്ലറായിട്ട് തന്നെയായിരുന്നു WWEയിൽ നിന്നത്. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഫിൻ ബാലർ ഈ മാച്ച് താല്പര്യമില്ലാത്തവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലർ 2018 അവസാനമായ സമയത്താണ് ഫിൻ ബാലർ നേരെ പുഷ് കിട്ടിയത്. അതുവരെ അതിൻ്റെ മുമ്പ് വരെ ഫിൻ ബാലർ ഒട്ടുമിക്ക മാച്ചുകളൊക്കെ തോക്കുമായിരുന്നു. പിന്നെ ഇപ്പം വന്ന നമ്പർ 1 കണ്ടൻഡറായി. അങ്ങനെയാണ് ഇപ്പം ഈ മാച്ച് താല്പര്യമില്ലാത്തവർ പറയുന്നത്. ഈ മാച്ചിന് എത്രമാത്രം വ്യൂവർഷിപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഈ മാച്ചിൽ ഇൻട്രസ്റ്റ് അല്ലാത്ത നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഈ മാച്ചിൽ ഫിൻ ബാലറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ് ക്യാരക്ടർ പുറത്തിറക്കുവാണെങ്കിൽ ഈ മാച്ചിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഈ മാച്ചിലോട്ട് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫിൻ ബാലർ വേഴ്സസ് ബ്രോക്ക് ലെസ്നർ അങ്ങനെ ഒരു മാച്ച് നടക്കുവാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ തന്നെ വിജയിക്കത്തുള്ളെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഡീമൻ കിങ് അങ്ങനെ ഒരു മാച്ച് നടക്കുവാണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് അല്ലാതെ നിൽക്കുന്നവരെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഈ മാച്ച് നല്ലൊരു വ്യൂവർഷിപ്പും കിട്ടുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാച്ചിൽ ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടർ വരുവാണെങ്കിൽ ഈ മാച്ച് തോക്കാൻ വളരെ സാധ്യത കുറവാണ്. ഫിൻ ബാലർ NXT വെച്ച് ഡീമൻ കിങ് ക്യാരക്ടർ വന്നിട്ട് തോറ്റത് സൊമോബജോട് മാത്രമേ തോറ്റിട്ടുള്ളൂ. ഡീമൻ കിങ് ക്യാരക്ടർ വന്നിട്ട് പിന്നെ മെയിൻ റോസ്റ്ററിലേക്ക് വന്നിട്ട് ഇതുവരെ ഫിൻ ബാലറിൻ്റെ ഡീമൻ കിങ് ക്യാരക്ടർ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പം കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ വിങ്സ് വിക്നെ ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലറിനെ ഡീമൻ കിങ് ക്യാരക്ടറിൽ ഇറക്കാൻ വേണ്ടി തന്നെയാണ് വിങ്സ് വിക്മാൻ ഇരിക്കുന്നത്. ഇതിപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത് എത്രമാത്രം സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല.
ഫിൻ ബാലർ ഡീമൺ കിങ് ക്യാരക്ടർ ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി മത്സരിക്കാൻ വരുവാണെങ്കിൽ ആ മാച്ചിൽ ഫിൻ ബാലർ ജയിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇനി അഥവാ ഫിൻ ബാലർ ആ മാച്ച് പരാജയപ്പെടുക, ഡീമൺ കിങ് ക്യാരക്ടർ വെച്ചുകൊണ്ട് ഫിൻ ബാലർ വന്നിട്ട് ആ മാച്ച് പരാജയപ്പെടുവാണെങ്കിൽ ഫിൻ ബാലറിന്റെ ഉള്ള എല്ലാ വിലയും പോകുന്നതാണ്. ഫിൻ ബാലർ ആകെ പോന്ന് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡീമൺ കിങ് ക്യാരക്ടറാണ്. അതും പരാജയപ്പെടുവാണെങ്കിൽ ഫിൻ ബാലറിന്റെ ഉള്ള എല്ലാം വിലയും പോകുന്നതാണ്. എന്തായാലും ഫിൻ ബാലർ ഡീമൺ കിങ് ക്യാരക്ടർ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം സത്യമാണോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് റോയൽ റംബിൾ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ചുള്ള ഫിൻ ബാലർ ഡീമൺ കിങ് ക്യാരക്ടർ വരുമോ ഇല്ലയോ അത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഫിൻ ബാലർ ഡീമൺ കിങ് ക്യാരക്ടർ വരുവാണെങ്കിൽ ഈ മാച്ച് വിജയിക്കുമോ ഇല്ലയോ എന്നും അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെ റെസ്ലിംഗ് ന്യൂസും പല റെസ്ലേഴ്സും ലൈഫ് ടൈം ഡെയിലി ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോടൊന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലേക്ക് കൂടി എന്നെ പൊളിയോ. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. Bye.